ഇത് യാമിക്കുട്ടിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. എങ്ങോട്ടെന്നറിയണ്ടേ? കണ്ണൂരേക്ക്, യാമിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. യാമി കയറിയപ്പോൾ തൊട്ട് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഉറക്കം തൂങ്ങിയായിട്ടുള്ള യാമീനെ കൊണ്ട് നമ്മൾ പോയത് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വന്ദേ ഭാരതിലായതുകൊണ്ട് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. ഈ സെറ്റപ്പ് എല്ലാ കോച്ചിലും അവൈലബിൾ അല്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ പേര് വെച്ചാൽ നമുക്ക് ആ കോച്ച് കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ആ കോച്ച് കിട്ടിയില്ല. എന്തായാലും ഈ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാതി ടെൻഷൻ മാറി. മെയിൻ ടെൻഷൻ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെ ഡയപ്പർ മാറ്റും എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തായാലും ഇങ്ങനൊരു സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് സേഫായി. ഇടയ്ക്ക് എണീപ്പിച്ച് ഫീഡ് ചെയ്തു. അപ്പോൾ തന്നെ യാമി അടുത്തുറക്കമായി. യാമിയുടെ 2ാം മാസത്തിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കങ്ങനെ വലിയ കണ്ണ് തുറന്നിരുന്നെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി, കാറെടുത്തു, നേരെ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയപ്പം അച്ചച്ചനും അമ്മമ്മയും യാമീനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. അത്രയും സമയം നന്നായിട്ട് ഉറങ്ങിയ യാമി അവിടെ എത്തിയപ്പോൾ കണ്ണൊക്കെ തുറന്നു. ചൂട് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ചെറുങ്ങനെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് കൈയൊക്കെ തന്ന് ഉള്ളിലേക്ക് കയറ്റും. എന്താണെന്നറിയില്ല, ധീരെ പോരാളിയായിട്ട് വന്നതുകൊണ്ടായിരിക്കാം. ഇനി കുറച്ച് മാസം യാമിക്കുട്ടി കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യട്ടെ. അച്ഛൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഡേ യാമി ചില്ലായിരുന്നു.